ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കരിയർ നോട്ട്സിൻ്റെ ഈ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. നാവികസേനയുടെ ജോലി സാധ്യതകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ നേവി, ഇന്ത്യൻ നാവികസേന, നൗസേന. ഇനി ഇന്ത്യൻ നാവികസേനയുടെ പലതരം ജോലികളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യൻ നേവിയുടെ രണ്ട് സെലക്ഷൻസ് ആണ് അഗ്നിവീർ SSRഉം അഗ്നിവീർ MRഉം. SSR എന്നാൽ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്, +2 വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. അത് വിത്ത് 50% മാർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുണ്ടാവണം. 17 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കായിരിക്കണം പ്രായം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത്. അതിനുവേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കണം. ജോയിൻ ഇന്ത്യൻ നേവി എന്ന വെബ്സൈറ്റിൽ അതിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞാലാണ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ആവുകയും അത് പബ്ലിഷ് ആവുകയും ചെയ്യുക. ജനറൽ ഡ്യൂട്ടീസും ടെക്നിക്കൽ ഡ്യൂട്ടീസുമാണ് ഇവർക്ക് അലോക്കേറ്റ് ചെയ്യുക. അടുത്ത ഓപ്ഷനാണ് അഗ്നിവീർ MR. അഗ്നിവീർ MR എന്നാൽ അഗ്നിവീർ മെട്രിക് റിക്രൂട്ട്. 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്കുള്ള ഒരു എക്സാമാണത്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഏജ് വരുന്നത് 17നും 21നും ഇടയ്ക്ക് തന്നെയാണ്. അവർക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ആവുക. ഇതിൻ്റെ അപേക്ഷ ഓൺലൈനായിട്ട് ജോയിൻ ഇന്ത്യൻ നേവി എന്ന വെബ്സൈറ്റിലാണ് കൊടുക്കേണ്ടത്. ഷെഫ്, സ്റ്റുവേർഡ്, സാനിറ്ററി മെയിൻ്റനൻസ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റ്സിലായിരിക്കും അവരെ അലോക്കേറ്റ് ചെയ്യുക. ഇന്ത്യൻ നേവി SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ്. നേവിയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കുള്ള സെലക്ഷനാണ് SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ്. +2ന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 17 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കായിരിക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. എന്നിട്ടാണ് നമ്മുടെ പേര് മെറിറ്റ് ലിസ്റ്റിൽ വരിക. സെയിലർ ലെവൽ എൻട്രീസിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ joinindiannavy.gov.in രജിസ്റ്റർ ചെയ്യുക. നമുക്ക് രജിസ്ട്രേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് അലൗഡ് ആവും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനുള്ള ലെറ്റർ വരും. അത് പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷന് വിളിക്കും. മെഡിക്കൽ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. പിന്നീടാണ് നിങ്ങളെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കോൾ ലെറ്റർ വരിക. ഇന്ത്യൻ നേവിയുടെ ഓഫീസർ എൻട്രി സ്കീമാണ് ഇനി പറയുന്നത്. NDA വഴി UPSC നടത്തുന്ന NDA എക്സാം വഴി നമുക്ക് +2ന് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചൊരു കുട്ടിക്ക് ഓഫീസർ എൻട്രി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. NDA എക്സാം പാസ്സായ ഒരാൾക്ക് SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഈ കടമ്പകളൊക്കെ കടന്നു കഴിഞ്ഞാൽ അവരെ ഓഫീസർ കാഡറ്റായിട്ട് ട്രെയിനിങ് സെൻറ്ററിലേക്ക് സെലക്റ്റഡ് ആവും. അവരാണ് ഇന്ത്യൻ നേവിയുടെ ഓഫീസേഴ്സായിട്ട് പിന്നീട് ജോലി ചെയ്യുക. അടുത്തൊരു ഓപ്ഷനാണ് 10+2 BTech കാഡറ്റ്സ്. ഇവർ 10th +2ന് JEE ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും JEE മെയിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് JEE റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. SSB കിട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞാൽ അവരെ BTech കാഡറ്റ്സ് ആയിട്ട് സെലക്ട് ചെയ്യുകയും ഓഫീസേഴ്സായിട്ട് കമ്മീഷൻ ചെയ്യുകയും ചെയ്യും. INET, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. ഇത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്കുള്ള എക്സാമിനേഷനാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കണം ഡിഗ്രിക്ക്. 18 മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. INETയുടെ റിട്ടൺ എക്സാം എഴുതി കഴിഞ്ഞാൽ SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഈ എക്സാം എഴുതാൻ വേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് joinindiannavy.gov.in INET നടത്തുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സാം ഫോർ ഗ്രാജുവേറ്റ് ലെവൽ എൻട്രീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പോസ്റ്റുകൾ പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻസ്, ATC, ജനറൽ സർവീസസ്, ഹൈഡ്രോ, ജനറൽ സർവീസസ് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നേവൽ കൺസ്ട്രക്ടർ, ഇൻഫർമേഷൻ ടെക്നോളജി, ലോജിസ്റ്റിക്സ്, എഡ്യൂക്കേഷൻ, നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടഡ് കാഡർ, സ്പോർട്സ്, മ്യൂസീഷ്യൻ, ലോ. ഇതിൽ ഓരോ തരത്തിൽപ്പെട്ട ജോലികൾക്കും പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം നമ്മളുടെ ഗ്രാജുവേഷൻ.
മെഡിക്കൽ ഓഫീസേഴ്സായിട്ട് ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പരീക്ഷ പാസ്സാവണം. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് എക്സാമിനേഷൻ. MBBS വിത്ത് ഇൻറ്റേൺഷിപ്പ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് ഈ പരീക്ഷ എഴുതി പാസ്സായാൽ നമുക്ക് ലഭിക്കും. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ MD ഉണ്ടാവണം ഇതിൻ്റെ കൂടെ, അല്ലെങ്കിൽ MS DNB ഉണ്ടായിരിക്കണം റെലവൻറ്റ് സ്പെഷ്യാലിറ്റിയിൽ. അവരും AFMSൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആണ് ഈ ജോലിക്ക് എത്തിപ്പെടുന്നത്. ഡെൻ്റൽ ഓഫീസേഴ്സ് BDS അല്ലെങ്കിൽ MDS ഉണ്ടായിരിക്കണം റെക്കഗ്നൈസ്ഡ് ഡെൻ്റൽ കോളേജിൽ നിന്നും. അവരും AFMSൻ്റെ എക്സാമിനേഷൻ എഴുതിയിട്ടാണ് ഈ ജോലിയിൽ എത്തുന്നത്. ഇന്ത്യൻ നേവി നടത്തുന്ന മറ്റൊരു സെലക്ഷനാണ് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് INCET. നേവൽ സിവിലിയൻ സ്റ്റാഫ് സെലക്ഷനാണ് ഈ പ്രൊസീജിയറിലൂടെ നടക്കുന്നത്. ഇങ്ങനെ നടത്തുന്ന എക്സാം പാസ്സായി കഴിഞ്ഞാൽ ചാർജ്മാൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ അങ്ങനത്തെയൊക്കെ പോസ്റ്റുകളിലുള്ള ചാർജ്മാൻ, ട്രേഡ്സ്മാൻ മീറ്റ്, സ്റ്റോർ കീപ്പർ, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ, ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫാർമസിസ്റ്റ്, ക്യാമറമാൻ, പെസ്റ്റ് കൺട്രോൾ വർക്കർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നഴ്സ് മുതലായ പല വിഭാഗങ്ങളിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് ഈ ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ്. ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു പരീക്ഷയാണ് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ്. ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ജോയിൻ ഇന്ത്യൻ നേവി എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നേവൽ സിവിലിയൻ സ്റ്റാഫിൻ്റെ ജോലി വരുന്നത് നേവൽ ഡോക്യാർഡ്സിലും നേവൽ ബേസസിലും ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസിലും മെഡിക്കൽ ഫെസിലിറ്റീസിലും ബോട്ട് ക്രൂ സ്റ്റേഷൻസിലും ഫയർ ആൻഡ് സേഫ്റ്റി യൂണിറ്റ്സിലും ആയിരിക്കും. ഈ ഇന്ത്യൻ നേവിയുടെ എല്ലാ ജോലികളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ കരിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് എല്ലാ ഡ്രോപ്പ് ഡൗൺസും അവൈലബിൾ ആണ്. നല്ല ഒരു ജോലി സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ് ഇന്ത്യൻ നേവി.